ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് ആയിട്ടുള്ള 2 വിഭവങ്ങളാണ്. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര കയ്പ്പാണ്. പക്ഷേ ഇതിൻ്റെ കയ്പ്പ് പോകാനായിട്ടുള്ള 2 ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക കയ്പ്പോടെ തന്നെ കഴിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്കത് കഴിക്കാൻ മടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. പാവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം പാവയ്ക്കയുടെ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണത്തിൻ്റെയും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്യണം. ഇടത്തരം സൈസിലുള്ള 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. ഇപ്പം പാവയ്ക്കയുടെ 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് അതുകൊണ്ട് വേണം നമ്മളതിൻ്റെ കുരുവും ബാക്കി ഭാഗങ്ങളും കൂടെ കളയാനായിട്ട്. അപ്പോഴാണിത് മുഴുവനായിട്ട് നമ്മൾക്ക് കളയാൻ പറ്റുക. ഇതിൻ്റെ വെള്ള കളറിലുള്ള പാട പോലെയുള്ള സാധനങ്ങൾ ഇരുന്നാലേ കയ്പ്പ് കൂടും. കത്തി കൊണ്ട് നമ്മൾക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. സ്പൂൺ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം എല്ലാ ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ക്ലീനായി കിട്ടും. ഇനി ഇത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. 2 മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച പാവയ്ക്കകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ കൈ വെച്ചൊന്ന് ഞരടി കൊടുക്കുക. ഇത് അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പം ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. നമ്മൾ പുരട്ടി വെച്ച പാവയ്ക്ക നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുക. കഴുകുമ്പോഴും നന്നായി പിഴിഞ്ഞിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. വീണ്ടും ഇതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച് ഒരു പ്രാവശ്യം കൂടെ പിഴിഞ്ഞെടുത്ത് വീണ്ടും കഴുകുക. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഈ പുളിയും കൂടെ അതിനകത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളിത് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പുളിയുടെ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിഴിയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ അരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പാവയ്ക്ക പിഴിയുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ഒരു പാവയ്ക്ക നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാവയ്ക്കയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം കഴുകിയെടുക്കുക. പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടാനായിട്ട് ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പാവയ്ക്ക പുളിങ്കറിയാണ്. ഇത് ഇഞ്ചിക്കറി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 15 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ എടുത്തിരിക്കുന്നത് പുളിയാണ്. പുളി ഒരു വലിയ നാരങ്ങ സൈസിലാണ് എടുത്തിട്ടുള്ളത്. പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. 150 ഗ്രാം ശർക്കരയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര പൊടിച്ചിട്ടുള്ള ശർക്കരയാണ്. ഇതിനകത്ത് കല്ലൊന്നുമില്ല. നിങ്ങളെടുക്കുന്നത് മറ്റേ ക്യൂബ്സ് പോലെയുള്ള ശർക്കരയാണെങ്കിൽ അത് അരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ച പാവയ്ക്ക പിഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അതേപോലെ തന്നെ ചെയ്തു. ഇപ്പം നമ്മളുടെ പാവയ്ക്ക ഇവിടെ കറി ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക ആദ്യമേ തന്നെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണം നമ്മളെപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിയും. പിന്നെ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചൊന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മളുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ പുളിങ്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിക്കകത്താണ്. അതാണ് കൂടുതൽ നല്ലത്. ഈ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് അലൂമിനിയം പാത്രങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. മൺചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും കൂടെ മൂത്ത് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണക്കമുളകിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണ്ടെന്ന് വെക്കാം. ഇത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പം കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മൺചട്ടിയിൽ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം അതൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ പുളി പിഴിഞ്ഞതിന് ശേഷം വേറൊരു അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ഈ പൊടികളൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കോളും. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം ഇത് പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും. ഇപ്പം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പാവയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരുപാട് ചേരുവകളൊന്നും ഇട്ട് കൊടുക്കാനില്ല. ശർക്കരയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട്. തുറന്നു വെച്ച് വറ്റിക്കരുത്. അടച്ച് വെച്ച് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ അടച്ച് വെച്ച് വറ്റിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കറിയൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് ഗ്ലാസ് പാത്രത്തിനകത്തോട്ട് വേണം മാറ്റാനായിട്ട്. അല്ലെങ്കിൽ മൺചട്ടിയിൽ തന്നെ അങ്ങനെ വെച്ചിരുന്നാലും മതി. ഇത് കുറേ ദിവസം ഇരുന്നാലും കേടാവത്തില്ല. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമ്മൾക്കിനി അടുത്ത റെസിപ്പിയും കൂടെ പെട്ടെന്ന് തന്നെ നോക്കാം. പാവയ്ക്ക നേരത്തെ നമ്മൾ പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ എടുക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് 15 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവോള എടുത്താലും മതി. ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ 2 റെസിപ്പിയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്